ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എണീറ്റ് തന്നെ 7 മണി 7:30 എങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ലേറ്റായിട്ടാണല്ലോ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ അംഗം കഴിഞ്ഞിട്ട് ഒന്നും വൃത്തിയാക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ അവനെ വെക്കേഷൻ ക്ലാസ്സിന് കൊണ്ടുവിടാൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ബ്രൈഡിന് ഡ്രസ്സും കൊണ്ടു കൊടുക്കാൻ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനും മേമയും കൂടിയിട്ടാട്ടോ പോണേ. അങ്ങനെ അത് ഞങ്ങൾ വഴിയൊക്കെ തപ്പി കണ്ടുപിടിച്ച് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് മേമയുടെ കൂട്ടുകാരിനെ കണ്ടു. കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ പോരാ, അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. ഒരു 3 പേരുണ്ട്. അവർ ഒരുമിച്ചാണ് എപ്പോഴും ഉണ്ടാവുക. അവർ ഏറ്റവും വലിയ ഞെട്ടിൽ അവർ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സായിരുന്നു. അവർക്ക് 3 പേർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ അവൾ ഇട്ടിരുന്നത് മേമ ഇട്ടിരുന്ന സെയിം ഡ്രസ്സായിരുന്നു. അങ്ങനെ കുറേ നേരം അവളോടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾ അതിൽ താഴത്തേക്ക് ഇറങ്ങിയുള്ള വീട്ടിലേക്ക് പോയി. ഞങ്ങൾ തിരിച്ച് നടന്നു. അപ്പോൾ ദാഹിച്ചിട്ട് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് പിപ്സൊക്കെ വാങ്ങിച്ച്. നല്ല വെയിലായിരുന്നു കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് കുറച്ചുള്ളിലേക്ക് നടക്കാനുണ്ടായിരുന്നു. എന്താ പറയുക, വഴിയൊക്കെ ആണെങ്കിൽ പണി നടക്കുന്നത് കൊണ്ട് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് എന്താ പറയുക, അത്ര ഇതായിരുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ ഹൈവേയിലേക്ക് എത്തി. തിരിച്ച് നടന്ന് ഹൈവേയിലേക്ക് എത്തി. അപ്പത്തേന് തന്നെ വയ്യാണ്ടായിട്ടോ. മടുത്തു. ആ കൂട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് പണി കിട്ടുകയും ചെയ്തു. പീരിയഡ്സായി. അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തീരെ വയ്യാണ്ടായി വീടെത്തുമ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങനെ കനാലിന് പുറത്തു കൂടി വരുന്ന സമയത്താണ് നമ്മുടെ ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ. അത് കനാലിൽ വെള്ളമുള്ള സമയത്ത് അത് തന്നെ കനാലിൽ കുളിച്ചിട്ട് വരും. പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ കൂടി പോകണപ്പോൾ ഞങ്ങൾക്കൊരു സംശയം. അപ്പം ഞങ്ങൾ വെറുതെ പോയി നോക്കിയതാ. ശരിയായിരുന്നു, കുളിക്കാൻ വേണ്ടി പോയതാ. കുളിച്ചോ കുളിച്ചോ, നല്ല ദേഷ്യം വരട്ടത്. ഞങ്ങൾ അതിനെ ശല്യം ചെയ്തോണ്ട് അതിന് മരിക്ക് കുളിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് വേഗം കയറി തിരിച്ച് ഓടിപ്പോയി. ഇനിയിപ്പോൾ അപ്പുറത്ത് വേറൊരു കടവുണ്ട്, അവിടെ പോയി കുളിക്കായിരിക്കും. ഇത് നമ്മുടെ പീച്ച് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. കനാലിൽ നിറച്ച് വെള്ളമുണ്ട് ഇപ്പോൾ. അങ്ങനെ ഇതേ വീടെത്തിട്ടോ. വീട്ടിൽ ചെന്നു. തീരെ വയ്യാണ്ടായി. നടക്കും കൂടി ചെയ്തപ്പോഴേ തീരെ പറ്റണ്ടായി. ഇപ്പോൾ എന്തൊരു ചൂടാ, തെളിയണ വെയിൽ, ഒരു രക്ഷയില്ല പുറത്ത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ പുറത്തേക്ക് പോകല് ഞാൻ ഭയങ്കര കുറവാണ്. അതിൻ്റെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മഴയൊക്കെ ചെറുതായിട്ടിങ്ങനെ പൊടിഞ്ഞു തുടങ്ങി. കാര്യമായിട്ടൊന്നും പെയ്തില്ല, ചെറുതായിട്ടൊന്ന് ചാറി പോയി. ഏതാണ്ട് ഒരു 12-1 മണിയൊക്കെ ആയപ്പോഴാണ് വീടെത്തിയത്. അത് കഴിഞ്ഞ് വന്നു നേരെ കയറി കിടന്ന് ഉറങ്ങുക ചെയ്തത്. തീരെ വയ്യാതായിരുന്നു. പിന്നെ ഒരു 3 മണി 3:30 ആയി തോന്നുന്നു എണീച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അന്നത്തെ ദിവസം ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. മഴയും പീരിയഡ്സിൻ്റെ വയ്യായ്കയും ഒക്കെ കൂടെ ആയപ്പം ശരിക്കും മടിയായി. ഒന്നിനും വയ്യാന്നൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്നും വൃത്തിയാക്കിയില്ല കേട്ടോ. രാവിലെ ഞാൻ വലിച്ചു കയറി നേരത്തെ ഇട്ട് പോയത് അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു അവിടെ. എന്തൊക്കെയോ ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും മഴ നല്ല ശക്തിയായിട്ട് പെയ്തു കേട്ടോ. പിന്നെ ഞാൻ വരയ്ക്കണമൊന്നും ഇരുന്നില്ല. അന്ന് കൊടുക്കാനുണ്ടായിരുന്നതൊക്കെ വിളിച്ചിട്ട് പിറ്റേ ദിവസത്തേക്കാക്കി. എന്നിട്ട് പിന്നെ അന്നൊരു ദിവസം ഫുള്ള് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.